കിഫ്ബി ഫണ്ട് വകമാറ്റൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രേഖകളിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയാണെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. ഫെമ നിയമം ലംഘിച്ചാണ് ഫണ്ട് വകമാറ്റി 5000-ലധികം ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയത്. 150-ലധികം പേജുള്ള റിപ്പോർട്ടാണ് ED സമർപ്പിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ രേഖകളിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടത് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ അറിവോടെയായിരുന്നു. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിൻസ് ഉൾപ്പെടുത്തിയാണ് ED റിപ്പോർട്ട്. മസാല ബോണ്ടിലൂടെ സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് 466 കോടി രൂപയുടെ ഭൂമി വാങ്ങിയത് ചട്ടലംഘനമാണ്. ഇതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി 150-ലധികം പേജുള്ള റിപ്പോർട്ടാണ് ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരുന്നു. പണമിടപാട് വിവരങ്ങൾ റിസർവ് ബാങ്കാണ് EDക്ക് കൈമാറിയത്. 2019 ജനുവരി 17-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് സമാഹരണത്തിനുള്ള തീരുമാനമെടുത്തത്. 2019 മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കി കിഫ്ബി 2150 കോടി രൂപ സമാഹരിച്ചു. കിഫ്ബി പ്രവർത്തനങ്ങൾ നിയമാനുസൃതമല്ലെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നുമുള്ള CAG റിപ്പോർട്ടിനെ തുടർന്നാണ് ED അന്വേഷണം. മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചതിലെ ചട്ടലംഘനം, വിദേശ കടമെടുപ്പ് അധികാരം കേന്ദ്രത്തിന് മാത്രമാണെന്നിരിക്കെ അധികാര പരിധിയിലുള്ള കടന്നുകയറ്റം, ഭരണഘടനാ വിരുദ്ധത എന്നിവ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.